ആക്ച്വലി ബ്ലഡ് കാണുന്നതും ആ ഒരു ചെറിയ പെയിനും അവരുടെ നംനെസ്സിനെ കുറയ്ക്കും. അതുകൊണ്ട് അവർ ചെയ്യുന്നത് റിലീഫിന് വേണ്ടി ചെയ്യുന്നത്, നോട്ട് വിത്ത് സൂയിസൈഡൽ ഒരു ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. മാം ഇപ്പോൾ ഈ സൂയിസൈഡൽ തോട്ട്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഈ സൂയിസൈഡൽ തോട്ടിൽ ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്ന പല ആളുകളുടെ ഇടയിൽ കണ്ടേക്കുന്ന ചില ആളുകൾ ജീവിതം മടുത്തു എന്ന് പറയുന്ന ആളുകളുണ്ട്. ചില ആളുകൾ സൂയിസൈഡ് ചെയ്താൽ ഇതെല്ലാം തീരുമല്ലോ എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഒരു അവരുടെ തോട്ട് പ്രോസസ്സ് അതിനകത്ത് തുടങ്ങിയിരിക്കുന്ന ആളുകളെ കാണാം. ചില ആളുകൾ സൂയിസൈഡ് ചെയ്യാനുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് റിസർച്ച് ചെയ്യുന്ന സ്റ്റേജിലേക്ക് കണ്ടിട്ടുണ്ട്. ചില ആളുകൾ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച്, അതായത് ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യാനൊക്കെ ശ്രമിച്ച, ഇതിനെയൊക്കെ പല സ്റ്റേജസ് ആയിട്ട് നമുക്ക് തിരിക്കാനൊക്കെ പറ്റുമോ? എന്താ അതിനെ പറ്റി? നമ്മളൊരു സൂയിസൈഡൽ ഇന്റൻഷനാലിറ്റി എന്ന് പറയും. അതായത് എത്രമാത്രം അവർ പറയുന്ന കാര്യങ്ങൾ സീരിയസ് ആണെന്നുള്ളത്. ഇന്റൻഷൻ കൂടുതലാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും നോട്ട് എഴുതി വെച്ചേക്കാൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതായത് ഞാനിങ്ങനെ ഒരു ഗുഡ് ബൈ നോട്ട് പോലെ, അല്ലെങ്കിൽ നമുക്ക് അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും നമ്മൾ ചെയ്യണമെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ പലപ്പോഴും ചിലപ്പോൾ സ്റ്റാറ്റസിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിലപ്പോൾ പോർട്രേ ചെയ്യാം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചിലർ വാല്യുബിൾസ് ഗിവ് അവേ ചെയ്യും. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയറി, അത് നീ എടുത്തോട്ടെ ഇനി എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെട്ടൊരു മാല ഊരി വേറൊരാൾക്ക് കൊടുക്കുക. അപ്പം നമ്മുടെ ഒരു വാല്യുബിൾസ് ഗിവ് അവേ ചെയ്യാം. പാരൻസിനൊക്കെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർ വിൽപ്പത്രം ഇത്ര നാളൊന്നിനെ കുറിച്ചും പറയാണ്ട് പെട്ടെന്ന് ഒന്ന് പോയി വിൽപ്പത്രം എഴുതി വെക്കുക. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം അങ്ങനെ നമുക്കൊരു എൻഡ് ഓഫ് ലൈഫിന് പ്രിപ്പറേഷൻ ചെയ്യുന്ന പോലത്തെ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇൻറ്റൻഷനാലിറ്റി ഡെഫിനറ്റ്ലി കൂടുതലാണ്. എൻ്റെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ 2-3 പേഷ്യൻസ് എനിക്ക് ഓർമ്മയുള്ളതെന്ന് വെച്ചാൽ, അവർ ഓൾറെഡി അറ്റംപ്റ്റ് ചെയ്തിട്ട് ഹാങ് ചെയ്ത് അവരുടെ കാല് ബെഡിൽ മുട്ടിയത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടിട്ടുള്ള 2 പേര് എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരോട് ചോദിക്കുമ്പോൾ അവർ വീട്ടുകാരോട് പറഞ്ഞിട്ട് പോലുമില്ല. അവർ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഓർമ്മ വരികയാണ്, അവർ കാല് തൊട്ട് നിൽക്കുന്നു, അവർ കുരുക്കഴിച്ച് പോകുന്നില്ല. പക്ഷെ എന്നിട്ട് പോലും അവരോട് ഫാമിലിയോട് പറഞ്ഞിട്ടില്ല. അതൊക്കെ വളരെ സിവിയർ റിസ്ക് ഉള്ള കേസുകളാണ്. അപ്പോൾ അവിടെ നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി വി ക്യാൻ ബ്രീച്ച്. നമ്മളത് പാരൻസ് ഇൻഫോം ചെയ്യുന്നു. ഡെഫിനറ്റ്ലി മെഡിക്കേഷൻസിലേക്കൊക്കെ പോകേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ ഡെഫിനറ്റ്ലി ഉണ്ട്. ചിലത് ഈ സൂയിസൈഡൽ ഇൻറ്റൻഷൻ ഇത് പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് വരാറുണ്ട്. ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള ആളുകളൊക്കെ എന്തെങ്കിലും ചെറിയ സ്ട്രെസ് വരുമ്പോഴേക്കും അവർ പോലെ കയ്യിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വരയുന്ന ടെൻഡൻസി. അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തതുകൊണ്ട് അവരെന്നും ചെയ്യുന്നവരാണ്, ഇനി മരിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഡെഫിനറ്റ്ലി അത് ഒരു വേറെ പാറ്റേൺ ആണ്. ഇത് മരിക്കണം എന്ന് വെച്ചിട്ടല്ല, അവർക്ക് അസ്വസ്ഥത വരുമ്പോൾ ചെറിയൊരു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു റിലീഫ് കിട്ടും. ആക്ച്വലി ബ്ലഡ് കാണുന്നതും ആ ഒരു ചെറിയ പെയിനും അവരുടെ നംനെസ്സിനെ കുറയ്ക്കും. അതുകൊണ്ട് അവർ ചെയ്യുന്നത് റിലീഫിന് വേണ്ടി ചെയ്യുന്നത്, നോട്ട് വിത്ത് സൂയിസൈഡൽ ഒരു ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. അപ്പോൾ ഇതിൽ പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ലേമാനെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പിലേക്ക് ലീഡ് ചെയ്യുക. പിന്നെ അവർ ബാക്കിയുള്ളത് സോർട്ട് ഔട്ട് ചെയ്യായിരിക്കും നല്ലത്.